ചമ്മന്തികൾ നമ്മുടെ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണല്ലേ. ചോറിൻ്റെ കൂടെ ആവട്ടെ, കഞ്ഞിയുടെ കൂടെ ആവട്ടെ, വെള്ളച്ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ചമ്മന്തികൾ കഴിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി റെസിപ്പി കൂടിയാണ്. അതെ, ഇന്നത്തെ താരം നമ്മുടെ പച്ചമഞ്ഞളാണ് കേട്ടോ. എനിക്കിവിടെ ലുലുവിൽ പോയപ്പോൾ കുറച്ച് പച്ചമഞ്ഞൾ കിട്ടി. അപ്പോൾ വെറുതെ ഒരു ചേഞ്ചിന് ഇന്നൊരു ചമ്മന്തി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഇതുമാതിരി ഞാനങ്ങോട്ട് അതിൻ്റെ തോല് കളഞ്ഞിട്ടുണ്ട്. ഞാൻ നിറയെ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് സാധനം കൊണ്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനത്തെ ഒരു 4 പച്ചമഞ്ഞൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഇതുപോലെ ഇങ്ങോട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇത് വേവിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ട ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 4 ചുവന്ന മുളക്, എരിവ് നിങ്ങൾക്കനുസരിച്ച് വേണം ഇടാൻ. ഈ മുളകിന് കുറച്ച് എരിവുണ്ട്. മുളക് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഒന്ന് വഴറ്റാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചനാദാൽ എന്ന് പറയില്ലേ, കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വടക്കൊക്കെ ഉപയോഗിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഉഴുന്നപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലവണ്ണം ഒരു ചുവക്കുന്ന വരെ ഒന്ന് ചെറിയ തീയിലിട്ട് വഴറ്റുക. അപ്പോൾ ഞാനിന്ന് കടലപ്പരിപ്പിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഉഴുന്നപ്പരിപ്പിട്ടിരിക്കുന്നത് കേട്ടോ. ഇത് വലിയ ഉഴുന്നപ്പരിപ്പാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഇട്ടാൽ കറക്റ്റാണ് വറുക്കുന്നത്. ഇപ്പോൾ ചുവന്ന് നന്നായി വന്നപ്പോൾ ഇനി നമുക്ക് ഒരു 10 ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളിയുടെ ഒരു ഹാഫ് പീസോ ഒരു ചെറിയ ഒരു ഒനിയനോട് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയൊരു മധുരം വരും. അതുകൊണ്ട് തന്നെ മുളക് കുറച്ച് കൂടുതലിട്ട് നോക്കിയാൽ മതി. ഇത് ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി ഒന്ന് ചൂടായതിന് ശേഷമാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തത്. ഇനി അതിനെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഒരുപാട് ചുവക്കുന്ന വരെ വറക്കണ്ട കേട്ടോ. ഇനി ഇത് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ നമുക്കിത്തിരി പുളി ഇട്ട് കൊടുക്കാം. ഞാനൊരു കുഞ്ഞ് നാരങ്ങയുടെ വലിപ്പത്തിലാണ് ഇട്ട് കൊടുത്തിങ്ങനെ. ഒരു പീസ് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള കായത്തിൻ്റെ പീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ കായം ഓൾറെഡി വറുത്ത് സൂക്ഷിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ വറുക്കുന്നത് കാണിക്കാത്ത. ഇല്ല എങ്കിൽ 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടിയിട്ട് നിങ്ങൾക്ക് ഇതിനൊന്ന് ചൂടാക്കിയെടുത്ത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അരയ്ക്കുന്നത്. അരയ്ക്കാനായിട്ട് നമ്മളൊരു ബ്ലെൻഡറിലേക്ക് നമ്മുടെ പച്ചമഞ്ഞളും ഈ വറുത്ത് വെച്ചിട്ടുള്ള കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഒന്ന് നമ്മൾ ക്രഷ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇല്ല എങ്കിൽ പച്ചമഞ്ഞൾ അങ്ങനെ തന്നെ കിടക്കും. ഇതിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്ത് വരാം. ഇത് അരച്ചെടുത്ത് വന്നിട്ട് ഞാൻ കുറച്ച് തരികളോടുകൂടിയാണ് കേട്ടോ അരച്ചത്. അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ട് അരച്ചെടുത്ത് ഇനി പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തപ്പോൾ ആ പച്ചമഞ്ഞളുടെ കുത്തലോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. പക്ഷെ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ചമ്മന്തി തന്നെയാണ്. എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പിയും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.